നരകത്തെക്കുറിച്ച് ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം നമ്മൾ ആരും നരകത്തിൽ പോവില്ല. എന്താണ് നരകം? നാം ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹിക്കുവാനായി നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടത്തോട് ഐക്യപ്പെടാൻ കഴിയുകയില്ല. എന്നാൽ അവിടത്തേക്കെതിരായോ നമ്മുടെ അയൽക്കാരനെതിരായോ നമുക്ക് തന്നെ എതിരായോ ഗൗരവമായ പാപം നാം ചെയ്താൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. സ്നേഹിക്കാത്തവൻ മരണത്തിൽ നിലനിൽക്കുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഒരു കൊലപാതകിയിലും നിത്യജീവൻ നിലനിൽക്കുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ സഹോദരങ്ങളായ ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും ഗൗരവമുള്ള ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്നതിൽ നാം പരാജയപ്പെട്ടാൽ അവിടെ നിന്ന് നാം വേർപെടുത്തപ്പെട്ടുവെന്ന് അവിടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മനസ്തപിച്ച് ഇങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യണം? മനസ്തപിക്കാം. മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാദ്ര സ്നേഹം സ്വീകരിക്കാതെ, കണ്ടോ, അതാണ് പ്രധാന പോയിന്റ്. അതായത് ദൈവത്തിൻ്റെ ഈ കരുണാർദ്രമായ സ്നേഹം തൻ്റെ പുത്രനെ ബലിയർപ്പിച്ചുകൊണ്ട് നൽകിയ ആ സ്നേഹത്തെ തിരസ്കരിക്കുമ്പോൾ ആ വ്യക്തി തന്നെയല്ലേ നരകം ചൂസ് ചെയ്യണത്. അതാണ് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹത്തെ സ്വീകരിക്കാതെ, അതായത് അത് തിരസ്കരിച്ചുകൊണ്ട് മാരകപാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കുന്നു. മനസ്സിലായ? പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ കരുണാസമ്പന്നനായ ദൈവം നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടും അതിനെ തിരസ്കരിക്കുന്ന അവസ്ഥ, തിരസ്കരിക്കുകയും മാരകമായ പാപത്തിൽ അനുതപിക്കാതെ മരണം വരെ നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നരകം. പക്ഷേ ഈ അവസ്ഥയിലുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് മനസ്തപിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ക്രിസ്ത്യാനികളായ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. മനസ്സിലായ? അല്ലാണ്ട് വിസ കിട്ടാനും കല്യാണം കഴിക്കാനും സ്ഥലം മേടിക്കാനും കാറ് മേടിക്കാനും ഒന്നും മധ്യസ്ഥ പ്രാർത്ഥന നടത്തരുത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ആത്മാക്കളെ നരകത്തിലേക്ക് പോകാൻ വേണ്ടി അതുപോലെ പിശാച് അവരെ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ട് സത്യം അറിയാത്തത് കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് തന്നെ എന്തോ ഒരു സന്തോഷമെന്നറിയാമോ? വിശ്വസിക്കാം. നമ്പർ 1033. വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിത അവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക്, കണ്ടോ, വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിത അവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗഹനയെപ്പറ്റി യേശു കൂടെ പറയുന്നുണ്ട്. പക്ഷേ അവിടെയുള്ളവർക്ക് വേണ്ടി അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ വിശ്വസിക്കാൻ വേണ്ടിയും വിശ്വസിക്കുന്നതിൽ സത്യം അറിയാതെ ഇരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യവും യേശു കൂടെ പറയും. അതാണ് ദിനരാത്രം എന്നെ വിളിച്ച് കരയുന്നവർക്ക് ഞാൻ നീതി നടത്തി കൊടുക്കാൻ കാലവിളംബരം കാണിക്കുമോ? ഓക്കെ. ഇങ്ങനെ അങ്ങനെയുള്ള അവസ്ഥയുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവർക്ക് ആ അന്ത്യനിമിഷത്തിലെങ്കിലും അവർ കർത്താവിനെ വിളിക്കും. ഉദാഹരണത്തിന് ഭാരതത്തിൽ വളരെയധികം പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് R.K. കരഞ്ചിയ. കേട്ടിട്ടുണ്ടോ? ബ്ലിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു മഞ്ഞപ്പത്രം നടത്തിയിരുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ഒരു നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹം. എന്നും കർത്താവിനെതിരായും ഒരു വലിയ നിരീശ്വരവാദി. ഇയാൾ അസുഖമായി ആശുപത്രിയിലായി, മരണം
നിശ്ചയമായി. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. പറയൂലേ, മടക്കി, ആശുപത്രിയിൽ നിന്ന് മടക്കി. അപ്പോൾ ഒരു മലയാളി നേഴ്സ് അയാളോട് പറഞ്ഞു, ഏതായാലും മരിക്കാൻ പോവുകയാണ്, നിങ്ങൾക്കിനി വേറെ ഒരു രക്ഷയുമില്ല, എന്നാൽ ഇപ്പോഴെങ്കിലും യേശുവിനെ ഒന്ന് വിളിച്ച് നോക്കൂടെ. അതാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്, ടേസ്റ്റ് ആൻഡ് സീ, രുചിച്ചറിയുവിൻ കർത്താവെത്ര. അയാൾ ആ മരണക്കിടക്കയിൽ കിടന്നപ്പോൾ ഇയാൾക്ക് തോന്നുകയാണ് യേശുവിനെ വിളിക്കാൻ. അയാൾ അവിടെ കിടന്ന് യേശുവിനെ വിളിച്ചു, യേശുവേ എന്നെ രക്ഷിക്കണേ. പ്രൈസ് ദ ലോർഡ്. അയാളെ കർത്താവ് അതിശക്തമായി തൊട്ടു. അയാളുടെ മാരകമായ രോഗം മാറി. അയാൾ വലിയ ഒരു സാക്ഷിയായി മാറി. അങ്ങനെ എന്തോരം ആളുകളാണെന്നറിയാമോ? ഇപ്പോൾ നമ്മുടെ വേറൊരു ധാരാസിംഗാണ്, റാണി മരിയാനെ, സിസ്റ്റർ ഡാലി മരിയനെ 40 പ്രാവശ്യം കുത്തി കൊന്ന അദ്ദേഹം മാനസാന്തരപ്പെട്ടോ ഇല്ലയോ? നമ്മൾ കേട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ മാനസാന്തരത്തിലൂടെ, അങ്ങനെയുള്ള വ്യക്തികൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവരായിരിക്കും പിന്നെ ഏറ്റവും വലിയ പ്രഘോഷകർ. സമരിയാക്കാരിയോട് സമരിയാക്കാർ പറഞ്ഞു, ഇനിയിപ്പം നീ പറയണത് കൊണ്ടല്ല, ഞങ്ങൾ തന്നെ നേരിട്ട് അനുഭവിച്ചു കഴിഞ്ഞിരിക്കണം. അപ്പോൾ മാനസാന്തരത്തിന് അങ്ങനൊരു ഗുണമുണ്ട്. ഇങ്ങനത്തെ ഭയങ്കര പാപികൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവർ വലിയ ശക്തരായ പ്രഘോഷകരാവും. ഞാൻ പറഞ്ഞല്ലോ, ക്യാൻസർ രോഗത്തിന് മരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആർക്കാ സന്തോഷം ഉണ്ടാകണേ? ക്യാൻസർ രോഗികൾക്ക്. എന്ന പോലെ പാപത്തിൻ്റെ കഠിനമായ അവസ്ഥയിൽ കഴിയുന്നവർ യേശുവിനെ കുറിച്ച് അറിയുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാവും. അതാണ് യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ച പാപികൾ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അറിഞ്ഞിട്ട് തുള്ളിച്ചാടിപ്പോയിന്ന്. പക്ഷേ ഫരിസേയരും നിയമജ്ഞരും അത് കണ്ടിട്ട് പിറുപിറുത്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് അവർ തുള്ളിച്ചാടിയത്? അവർ പാപികളായതുകൊണ്ട്. പാപികളാണ്. ആ പാപികൾക്ക് സ്വർഗരാജ്യത്തിൽ, അതാണ് ഈശോ പറഞ്ഞത് ഫരിസേയരോട്, നിങ്ങളെക്കാളും ആദ്യം ഇവിടുത്തെ വേശ്യകളും ചുങ്കക്കാരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ആ ഒറ്റ പോയിന്റ് എടുത്താൽ മതിയല്ലോ. നിങ്ങളെക്കാളും ആദ്യം, ഏത് യഹൂദ ഫരിസേയര്, ദൈവത്തിൻ്റെ ജനമായ നിങ്ങളെക്കാളും ആദ്യം വേശ്യകളും ചുങ്കക്കാരും സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ, അവർ വേശ്യകളായാലും ചുങ്കക്കാരായാലും അവർ യേശുവിനെ സ്വീകരിച്ചപ്പോൾ യേശു അവരുടെ പാപത്തിന് പരിഹാരം ചെയ്തത് അവർക്ക് സ്വർഗമായിട്ട് മാറുന്നു. പ്രൈസ് ദ ലോർഡ്. ഇത് എളുപ്പമല്ലേ? ആ അതെ. അപ്പോൾ സന്ദേശം കിട്ടിയത്, മരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാരകഭാവത്തിൽ കിടന്ന് മരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇത് വളരെ നല്ല കാര്യമാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇനി ഒന്നുകൂടി എഴുതിക്കോട്ടെ, നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറയില്ല അത് അവൻ്റെ തലയിലെഴുത്താണ്. ഭക്ഷണത്തിന് സമയമായി, ഇപ്പം നരകത്തിൽ പോകണ്ടെന്ന. നരകം കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് അന്ത്യവിധിയും പുതിയ ആകാശവും പുതിയ ഭൂമി. ഇപ്പം നരകം കഴിഞ്ഞു. അവസാനത്തെ കാര്യമാണ്, നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അതിന് ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമുള്ള ഒരു പിന്തിരിയലും മാരകപാപവും അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കലും ആവശ്യമുണ്ട്. 3 കാര്യം: 1 ദൈവത്തെ തിരസ്കരിക്കുക, 2 മാരകപാപം, 3 അതിൽ മനസ്തപിക്കാതെ അതിൽ തന്നെ മരിക്കുന്ന അവസ്ഥ. ഈ 3 ഉണ്ടായാലേ നരകത്തിൽ പോവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ എന്താ നോക്കേണ്ടത്? അവിടെ മനസ്തപിച്ച്, ആ വ്യക്തി മനസ്തപിച്ച് ദൈവത്തിലേക്ക് തിരിയാൻ
വേണ്ട പ്രാർത്ഥന നമ്മൾ നടത്തണം. അപ്പോൾ അവൻ ആ അവസ്ഥയിൽ നിന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. സഭ എല്ലാ കുർബാനയിലും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആരും വീണ്ടും എഴുതിയിരിക്കുകയാണ് കേട്ടോ, ആരും നശിച്ചു പോകാതിരിക്കാനും എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി സഭ കുർബാനയിലും തൻ്റെ വിശ്വാസികളുടെ അനുദിന പ്രാർത്ഥനകളിലും അപേക്ഷിക്കുന്നുണ്ട്. ഇതാണ് ആ പ്രാർത്ഥന. ഇത് കേട്ടോ. പിതാവേ, അങ്ങയുടെ കുടുംബം മുഴുവൻ്റെയും ഈ കാഴ്ച സ്വീകരിക്കണമേ. അങ്ങയുടെ സമാധാനം ഈ കാലയളവിൽ ഞങ്ങൾക്ക് നൽകണമേ. നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് തിരഞ്ഞെടുത്ത അജഗണത്തിൽ ഞങ്ങളെ എണ്ണുകയും ചെയ്യണമേ. അപ്പം ഈ പ്രാർത്ഥനകളെല്ലാം എല്ലാ കുർബാനയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ ഈ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും നിത്യത ഉയർപ്പിൻ്റെയും യോഗ്യതയിലൂടെ ഈ ആത്മാക്കളെല്ലാം മാനസാന്തരത്തിലേക്കും സത്യം അറിയുന്നതിലേക്കും വരണം എന്ന ഒരു കോൺഫിഡൻസ്, വലിയ കോൺഫിഡൻസോട് കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനിയും ഒരുപാട് പുതിയ മിനിസ്ട്രികൾ ഇതിനു വേണ്ടി വരണം. ഉദാഹരണത്തിന് എന്തോരം മേഖലയിലാണ് നമ്മൾ ഈ ധ്യാനമൊക്കെ നടത്തുന്നത്. പള്ളിയിൽ പോണ ക്രിസ്ത്യാനികൾക്കാണ് നടത്തുന്നത്, ഇല്ലേ? കൺവെൻഷൻ നടത്തുമ്പോഴും ധ്യാനം നടത്തുമ്പോഴും എല്ലാം പള്ളിയിലൊക്കെ പോയി വിശ്വാസത്തിലുള്ള ആൾക്കാർ. ഒരു വിശ്വാസമില്ലാതെയും ദൈവത്തെ തിരസ്കരിച്ചും കഴിയുന്ന എന്തോരം ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക ശുശ്രൂഷകളുണ്ടാകണം. അത് ഇപ്പോഴുള്ള മാതിരത്തെ പ്രാർത്ഥനയൊന്നും പോരാ. അതിന് വിശ്വാസം വേണം, കരുണ വേണം, സഹതാപം വേണം, അനുകമ്പ വേണം, ശക്തമായ പ്രാർത്ഥനകൾ ഉയരണം. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ. ഉദാഹരണത്തിന് ഈ ജയിലിൽ എന്തോരം ആൾക്കാരാണ് ജയിലിൽ കിടക്കണത്. അവർക്കൊക്കെ വേണ്ടി ആരാ പ്രാർത്ഥിക്കണേ? ഓക്കെ, നമുക്കിവിടെ നിർത്താം. നമ്മൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് 8:45 എല്ലാവരും എത്തുക. 8:45. എന്നിട്ട് വീണ്ടും കുറച്ച് ക്ലാസ് എടുത്ത് തീർക്കണം അതിൻ്റെ.